അപ്പൊ ഇത്രയും വർഷത്തെ ഒരു തിരിഞ്ഞു നോക്കുമ്പോ രവിചേട്ടൻ അത് എങ്ങനെയായിട്ടാണ് കാരണം ഓർമ്മകൾ? അതൊക്കെ എനിക്ക് വന്ന ഒക്കെ ഒരു യാദൃച്ഛികതയാണ്. കാരണം ഈ സ്പോർട്സിനെ കുറിച്ച് എനിക്ക് എഴുതാനല്ല വായിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഞാൻ ജനിച്ചത് കോട്ടക്കലാണ്, പക്ഷെ വളർന്നത് വയനാട്ടിലാണ്. അപ്പോൾ വയനാട്ടിൽ വളരെ ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു എനിക്ക് തോന്നുന്നൊരു 3-4 കിലോമീറ്റർ ടൗൺ എന്നൊക്കെ പറയാവുന്ന സ്ഥലത്തു നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു വലിയ സ്റ്റേറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ അവിടെ അധികം കൂട്ടുകാരൊന്നുമില്ല, വളരെ ഏകാന്തമായിട്ടുള്ള ഒരു അമ്മയുണ്ട്, അച്ഛൻ പുറത്തു പോകും, അമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ മെയിനായിട്ട് അക്ഷരങ്ങൾ തന്നെയാണ്, വായന. അവിടെ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, കുറേ ലൈഫ്, മറ്റേ ഈ പഴയ ഇലസ്ട്രേറ്റഡ് വീക്ക്ലി, നാഷണൽ ജിയോഗ്രാഫിക്, പിന്നെ പഴയ സിനിമ മാസികകൾ, അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പഴയ സിനിമ മാസികകൾ 50കളിലൊക്കെ അട്ടിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ അത് വിൽക്കാണ്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കും. അപ്പോൾ അതിൽ അന്നത്തെ സ്റ്റൈലിലുള്ള എഴുത്താണ്, പക്ഷെ എന്നാലും ദിലീപ് കുമാർ, ഈ രാജ് കപൂർ, നർഗീസ്, അന്നത്തെ ഗോസിപ്പുകൾ, പിന്നെ അന്നത്തെ പാട്ടുകളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വായനയിരുന്നു. പിന്നെ മാതൃഭൂമി പത്രമാണ് അവിടുത്തെ ഒരു നമ്മുടെ പുറത്തുനിന്നുള്ള വരുന്നൊരു സാധനം. അത് ഒരു 11 മണിയൊക്കെയാവും എത്താൻ. അപ്പോൾ അതിൽ ഞാൻ മെയിനായിട്ട് വായിച്ചിരുന്ന സ്പോർട്സാണ്. കാരണം എനിക്ക് അന്ന് ഫുട്ബോളിനോട് ഭയങ്കര ഒരു താല്പര്യം.